എന്റെ 10ാം ക്ലാസിന്റെ തുടക്കകാലത്താണ് ജർമ്മനിക്കെതിരെ ലോകകപ്പിൽ 1-0 അർജന്റീന ഫൈനൽ തോക്കുന്നത്. 2016 അതേപോലെ എന്റെ പ്ലസ് 2 തുടക്കകാലത്തും വെളുപ്പിന് ട്യൂഷന് പോകാതെ പഠിക്കുന്ന ഗവൺമെന്റ് സ്കൂളിന്റെ അടുത്തൊരു വീട്ടിലിരുന്ന് കോപ്പ അമേരിക്ക ഫൈനൽ കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. എന്നാൽ അന്ന് ചിലിക്കെതിരെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ അർജന്റീന 2-4 വീണു. അവിടെ നിന്നാണ് രാജ്യത്തിന് വേണ്ടി ഒരു കിരീടം പോലും നേടാൻ കഴിയാത്തവനെ അങ്ങനെ ലോകം ഒരുപാട് പരിഹസിച്ചു തുടങ്ങുന്നത്. അയാൾ ഇനി കളി അവസാനിപ്പിക്കുമോ എന്ന് തന്നെ ഞങ്ങൾ അന്നു മുതൽ ഭയന്നിരുന്നു. ബ്രസീലിനെതിരെ കോപ്പ അമേരിക്ക ഫൈനൽ 1-0 അർജന്റീന ജയിച്ചു. ശക്തരായ ഇറ്റലിക്കെതിരെ 3-0 ഫൈനലിസം നേടിയത് 2022 വർഷമാണ്. എല്ലാത്തിനും പുറമെ അതേ 2022 അവസാന ഡിസംബർ 18 3-3 ഫ്രാൻസിനൊപ്പം സമനില പിടിച്ച് പെനാൽറ്റിയിൽ 4-2 അയാൾ ലോക കിരീടം ചുംബിച്ചു. അങ്ങനെ അവിടെ നിന്ന് അയാൾ പൂർണ്ണനാകുന്നു. അയാളുടെ ചരിത്രങ്ങൾക്ക്, അയാളുടെ കഥകളുടെ പേജുകൾക്ക് എണ്ണം എപ്പോഴും കൂടുതലാണ്. എല്ലാം നേടിയെടുത്ത, എല്ലാം തികച്ച ആ ഫുട്ബോൾ രാജാവിന്റെ ജന്മദിനമാണ് ജൂൺ 24.